ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും അമേരിക്ക ഇറാൻ സംഘർഷം. അമേരിക്ക വെടിനിർത്തൽ ലംഘിച്ചുവെന്നാരോപിച്ച് ഇറാൻ രംഗത്തെത്തി. സിവിലിയൻ പ്രദേശങ്ങളിൽ US ആക്രമിച്ചെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാനിയൻ എണ്ണ ടാങ്കറിനെ US സൈന്യം ആക്രമിച്ചതായും ഇറാൻ വ്യക്തമാക്കി. ഇറാനുമായി ഹോർമുസിലുണ്ടായ ഏറ്റുമുട്ടൽ സ്നേഹപൂർവ്വമുള്ള ആക്രമണം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. വെടിനിർത്തൽ കരാർ തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഹാൻഡ വൈറസ് കോവിഡ് പോലെ പകർച്ചവ്യാധി ആകില്ലെന്ന് ലോകാരോഗ്യ സംഘടന. MV ഹോണ്ടിയസ് ഡച്ച് കപ്പലിലെ ജീവനക്കാർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കപ്പലിലെ യാത്രക്കാരായ 3 പേർ മരിക്കുകയും 8 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടനയുടെ വിശദീകരണം. രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തുന്നവർക്ക് മാത്രമേ വൈറസ് പകരുകയുള്ളൂവെന്നും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. ക്യൂബയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ക്യൂബൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ 40% നിയന്ത്രിക്കുന്ന ഗെയ്സ എന്ന വൻ കമ്പനിയെ ലക്ഷ്യമിട്ടാണ് പ്രധാന നടപടി. ഗെയ്സയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റിനെതിരെയും ഉപരോധമുണ്ട്. പാചകവാതക വിലവർധന കാരണം സംസ്ഥാനത്തെ കാറ്ററിംഗ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ഇന്ധനക്ഷാമവും വിലക്കയറ്റവും താങ്ങാനാവാതെ കഴിഞ്ഞ 2 മാസമായി ഈ മേഖല സ്തംഭിച്ച നിലയിലാണ്. സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പില്ലാത്തതിനാൽ പുതിയ ഓർഡറുകൾ ഏറ്റെടുക്കാൻ സംരംഭകർ തയ്യാറാകുന്നില്ല. നേരത്തെ ബുക്ക് ചെയ്ത ഓർഡറുകൾ പോലും റദ്ദാക്കേണ്ടി വരുന്നു. 1.5 ലക്ഷത്തോളം പേരാണ് കാറ്ററിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ തൊഴിലാളികൾ മറ്റു മേഖലയിലേക്ക് ചേക്കേറുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,995 രൂപയും പവന് 1,11,960 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 11,500 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 92,000 രൂപയുമായി. വെള്ളി ഗ്രാമിന് 275 രൂപയിലാണ് വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.